പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ എം പി പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ഇടതുപക്ഷ ചിന്തകൻ, വൈജ്ഞാനിക സാഹിത്യകാരൻ, കേരളത്തിലെ ശാസ്ത്ര പ്രചാരണത്തിന്റെ വഴികാട്ടി എന്നിങ്ങനെ ബഹുമുഖ വിശേഷണങ്ങൾക്ക് അർഹനായ പ്രതിഭയാണ് വിടവാങ്ങി. തൃശൂരിലെ കിരാലൂരിൽ 1935 ജനുവരി 18 ഒരു യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു എം പി പരമേശ്വരന്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും മോസ്കോ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ PhDയും നേടി. പിന്നാലെ ആണവ ഗവേഷണത്തിൽ സജീവമായി. 18 വർഷക്കാലം ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ശാസ്ത്രജ്ഞനായി സേവനമനുഷ്ഠിച്ചു. എന്നാൽ ആറ്റങ്ങളുടെ ലോകത്ത് ഗവേഷണം തുടരുമ്പോഴും പരമേശ്വരന്റെ മനസ്സ് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിലായിരുന്നു. അങ്ങനെ ശാസ്ത്രജ്ഞന്റെ പദവി ഉപേക്ഷിച്ച് 1975 മുഴുവൻ സമയ CPIM പ്രവർത്തകനായി മാറി. ജീവിതകാലം മുഴുവനും ഒരു നാടിൻ്റെ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നിലകൊണ്ട, അതിനുവേണ്ടി നിരന്തരമായി സംസാരിക്കുക, നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്ന, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന, നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പിൽക്കാലത്ത് 4ാം ലോക സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ചതോടെ അദ്ദേഹം പാർട്ടിക്ക് അനഭിമതനായി. 2004 പരമേശ്വരനെ CPIM പുറത്താക്കി. പാർട്ടിക്ക് പുറത്തായെങ്കിലും തന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരിഞ്ചു പോലും പിന്നോട്ടു പോയില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെയും സാക്ഷരതാ പ്രസ്ഥാനങ്ങളിലൂടെയും ജനങ്ങൾക്കിടയിലെ തന്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി തുടർന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.